ഇറാൻ വീണ്ടും യുദ്ധത്തിനൊരുങ്ങുകയാണോ? ഇസ്രായേലുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷമാണ് ഇറാൻ വ്യോമാതിർത്തി തുറന്നത്. പിന്നാലെ വീണ്ടും വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണ് ഇറാൻ. ഇറാന്റെ ഗതാഗത മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മധ്യമേഖലയിലെ വ്യോമപാതയാണ് അടച്ചത്. സുരക്ഷാ കാരണങ്ങളാലാണ് വ്യോമപാത അടച്ചതെന്ന് ഇറാന്റെ ഗതാഗത മന്ത്രാലയം വക്താവ് മജീദ് അഖവൻ അറിയിച്ചു. ഇറാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് വ്യോമപാത അടയ്ക്കാനുള്ള തീരുമാനം എടുത്തതെന്നും വക്താവ് അറിയിച്ചു. അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾക്കായി രാജ്യത്തിന്റെ കിഴക്കൻ വ്യോമപാത തുറന്നിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിച്ച് 4 ദിവസത്തിന് ശേഷം ശനിയാഴ്ച ഇറാൻ അധികൃതർ മധ്യ പടിഞ്ഞാറൻ ഇറാന്റെ മുകളിലൂടെ അന്താരാഷ്ട്ര വ്യോമപാതയ്ക്കായി ആകാശം തുറന്നിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് 1 ദിവസത്തിന് ശേഷം ജൂൺ 25-ന് ഇറാൻ വ്യോമാതിർത്തി ഭാഗികമായി തുറന്നിരുന്നു. ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ച് ഇറാനിൽ വീണ്ടും ആക്രമണങ്ങൾ നടത്തിയേക്കാമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ബുധനാഴ്ച ഇറാന്റെ മധ്യ പടിഞ്ഞാറൻ വ്യോമാതിർത്തി അടച്ചിടാൻ അധികൃതർ തീരുമാനിച്ചത്. ജൂൺ 13-നാണ് ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണം ആരംഭിച്ചത്. കനത്ത തിരിച്ചടിയാണ് ഇസ്രായേലിന് നൽകിയത്. ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളിലെ വിവിധ മേഖലകൾ ലക്ഷ്യമിട്ട് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ ആക്രമിച്ചു. വീണ്ടും ആക്രമിച്ചാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ സമാധാന കരാർ ലംഘിക്കുമോ? ബുധനാഴ്ച ഇറാൻ അധികൃതർ രാജ്യത്തിന്റെ മധ്യ പടിഞ്ഞാറൻ വ്യോമാതിർത്തി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല. എന്നാൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചേക്കാമെന്ന ആശങ്കകളാണ് ഈ നീക്കത്തിന് കാരണമെന്ന് ഊഹാപോഹങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം ഒരു നിർണായക തീരുമാനം ഇറാൻ കൈക്കൊണ്ടിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള സഹകരണം ബുധനാഴ്ച ഇറാൻ ഔദ്യോഗികമായി നിർത്തിവെച്ചു. കഴിഞ്ഞയാഴ്ച ഈ വിഷയത്തിൽ പാർലമെന്റ് വോട്ടെടുപ്പ് നടത്തിയിരുന്നു. പിന്നാലെ ഗാർഡിയൻ കൗൺസിൽ ബില്ലിന് അംഗീകാരം നൽകി. തുടർന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. നിയമം നടപ്പാക്കുന്നതിനായി പ്രസിഡന്റ് സർക്കാർ ഏജൻസികൾക്ക് നിർദ്ദേശവും നൽകിയെന്നും ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ജൂൺ 13-ന് ആരംഭിച്ച് 12 ദിവസം നീണ്ടുനിന്ന ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇറാനും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാക്കി. 12 ദിവസം നീണ്ട സംഘർഷം അവസാനിപ്പിച്ചാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലിൽ എത്തിയത്. ഇസ്രായേൽ അപ്രതീക്ഷിതമായാണ് ഇറാനിൽ ആക്രമണം നടത്തിയത്. പിന്നാലെ ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് US-ഉം ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു. ഇതോടെ സംഘർഷം അതിസങ്കീർണമായ തലത്തിലേക്ക് ഉയർന്നു. US ആക്രമണത്തിന് മറുപടിയായി ഖത്തറിലെ US സൈനിക താവളത്തിലേക്ക് ഇറാൻ ശക്തമായ ആക്രമണം നടത്തി. പിന്നാലെ വെടിനിർത്തൽ നീക്കവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോവുകയും ചെയ്തു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തലവൻ റാഫേൽ മരിയാനോ ഗ്രോസിയെ രാജ്യത്ത് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയാണ് ഗ്രോസിയെ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുമെന്ന് അറിയിച്ചത്. ആണവ കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അനുവദിക്കില്ലെന്നും അരാങ്ചി വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേലും US നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്.